ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെൻറ്റിൽ ഒരു പക്ഷേ ധാരാളം പേജുകൾ ഉണ്ടായിരിക്കാം. ചില കോൺട്രാക്റ്റുകൾ, ചില ബുക്ക്ലെറ്റുകൾ, ചില ബൈലോകൾ, അതുപോലെയുള്ള റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കുമ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ധാരാളം പേജുകളും ധാരാളം ഹെഡിങ് സ്റ്റൈലുകളും ധാരാളം ടെക്സ്റ്റ് ഫോർമാറ്റുകളും നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്ന് വരാം. വിവിധ കോണ്ടെക്സ്റ്റുകളിൽ, വിവിധ സന്ദർഭങ്ങളിൽ വിവിധ തരത്തിലുള്ള ടെക്സ്റ്റ് ഫോർമാറ്റുകൾ, ചിലത് നോർമലായിരിക്കാം, ചിലത് ഹെഡിങ്ങുകളായിരിക്കാം, ചിലപ്പോൾ ചില കളറുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ബോൾഡായിരിക്കാം, ഇറ്റാലിക്സ് ആയിരിക്കാം. അതുപോലെയുള്ള ടെക്സ്റ്റ് സ്റ്റൈലുകൾ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫോണ്ടുകൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഫോർമാറ്റുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഫോർമാറ്റ് മാറ്റി മറ്റൊരു ഫോർമാറ്റിലേക്ക് ആക്കുന്നതിനായിട്ട് വലിയ ഡോക്യുമെൻറ്റുകളിലൊക്കെ ആകുമ്പോൾ അത്തരം ഫോർമാറ്റുകളുള്ള ടെക്സ്റ്റിനെ തിരഞ്ഞു പിടിച്ച് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള രീതിയാണ്. പലപ്പോഴും പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ടെക്സ്റ്റിനെയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെയാണ് സെലക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ മാറ്റം കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ വേർഡ് തരുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സെലക്ഷൻ സംവിധാനമാണ് സിമിലർ ഫോർമാറ്റഡ് ടെക്സ്റ്റ് സെലക്ഷൻ. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹെഡിങ്സ് ഉണ്ട്. ഇതൊരു ഹെഡിങ് ആണ്, കണ്ടോ? ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഹെഡിങ് നമ്പർ 1 ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ഹെഡിങ് ആണ്. അതുപോലെ തന്നെ ഇത് ഹെഡിങ് ആണ്. ഇനി ഇവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഇറ്റാലിക്സ് ടെക്സ്റ്റ് ആണ്, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത്, കണ്ടോ? അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് 14 ആണ്. അതുപോലെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് സാധാരണ ടെക്സ്റ്റാണ്, പക്ഷേ കളറ് ചുവപ്പ് കളറാണ്. ഇതുപോലെ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ഫോർമാറ്റിംഗ് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും. അത്തരം ഒരേ സിമിലർ ഫോർമാറ്റുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റുകളെ നമ്മൾ തിരഞ്ഞു പിടിച്ച് സെലക്ട് ചെയ്തെടുക്കാനുള്ള സംവിധാനമാണ്. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഹെഡിങ് എല്ലാം ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറിലുള്ള ടെക്സ്റ്റ് എല്ലാം, ഹെഡിങ് എല്ലാം നമുക്ക് എന്താ പറയുക, പച്ച കളറാക്കണം അല്ലെങ്കിൽ ചുവപ്പ് കളറാക്കണം എന്ന് കരുതുക. അപ്പോൾ എന്താ ചെയ്യുക, ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ചുവപ്പ് കളർ കൊടുത്തു, അടുത്തത് സെലക്ട് ചെയ്തതിന് ശേഷം ചുവപ്പ് കളർ കൊടുത്തു. അങ്ങനെ 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണം സെലക്ട് ചെയ്തിട്ട് ചുവപ്പ് കളർ കൊടുക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഡ്ജസൻറ്റ് സെലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുത്തിപ്പിടിച്ചിരുന്നുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം അടുത്തേക്ക് പോയി അതിനെ സെലക്ട് ചെയ്ത് അടുത്തേക്ക് പോയി അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ചുവപ്പ് കളർ കൊടുക്കും. എന്നാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഏത് ടെക്സ്റ്റാണോ മാറ്റേണ്ടത് ആ ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൊത്തം സെലക്ട് ചെയ്യണമെന്നില്ല, സെലക്ട് ചെയ്താലും പ്രശ്നമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരുന്ന സബ് മെനുവിൽ നിന്നും താഴെ കാണുന്ന സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നമ്മളുടെ ഒരേ ഫോർമാറ്റിലുള്ള ഹെഡിങ് സ്റ്റൈലിലുള്ള എല്ലാം, ഇതും കളർ മാറ്റാണെങ്കിലും ഹെഡിങ് എന്നുള്ള ഒരു സ്റ്റൈല് ഇതിന് സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് ഇതും കൂടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ അവയെല്ലാം റെഡ് കളറായി. ഇപ്പോൾ നമുക്ക് ഒരു സെലക്ഷനിലൂടെ തന്നെ, ഒറ്റ സെലക്ഷനിലൂടെ തന്നെ നമുക്ക് മറ്റേത് കളർ വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും, കണ്ടോ? ഇനി നമുക്ക് മറ്റുള്ളതിലേക്ക് കൂടി നോക്കാം. ഇനി എനിക്ക് വേണ്ടത് ഇവിടെ ഇറ്റാലിക്സ് ആണ്. ഇതെല്ലാം ഇറ്റാലിക്സ് ആണ്. ഈ ഇറ്റലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഫോണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് എനിക്ക് നോർമൽ ആക്കണം, അല്ലെങ്കിൽ ബോൾഡ് ചെയ്യണം. ബോൾഡ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക, സിംപ്ലി ലൊക്കേറ്റ് ചെയ്യുക. സെലക്ഷൻ ചെയ്യണമെന്നില്ല. ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് പകരം ഇത്തവണ മറ്റൊരു രീതി പഠിക്കാം. അതിനായിട്ട് ഇവിടെ കാണുന്ന ഹോം ടാബിൽ താഴെ ഇവിടെ എഡിറ്റിംഗ് എന്ന ഭാഗത്ത് സെലക്ട് എന്നുള്ള ഒരു ബട്ടൺ കാണാം. ഇതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെയിം ഓപ്ഷൻ ഇവിടെയും നമുക്ക് കാണാം, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇത് ഇറ്റാലിക്സ് സെലക്റ്റായി. ഇവിടെയാണ് ഇനിയുള്ള ഇറ്റാലിക്സ് ഉള്ളത്, അത് രണ്ടും സെലക്റ്റായി. എനിക്ക് ബോൾഡ് ചെയ്യണം, നോർമൽ ആക്കണം. അപ്പോൾ ബോൾഡ് ചെയ്തു, ഇറ്റാലിക്സ് ഒഴിവാക്കി, അതിനുശേഷം ബോൾഡ് ചെയ്തു, കണ്ടോ? നോർമലാക്കിയതിനു ശേഷം ഇറ്റാലിക്സ് ഒഴിവാക്കിയതിനു ശേഷം ചെയ്തു, കണ്ടോ? ഇനി മറ്റൊരു അവസരത്തിൽ എനിക്ക് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ പോയിട്ട് സിമിലർ ടെക്സ്റ്റ് അത് സെലക്റ്റായി. നമുക്ക് ബോൾഡ് ഒഴിവാക്കാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. എല്ലാ ടെക്സ്റ്റും അതുപോലെ തന്നെ. ഇപ്പോൾ കളറാണെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാം, ഇതുപോലെ സെലക്ഷൻ പോവാം. ഒരേ കളറിലുള്ള ടെക്സ്റ്റ് മാറ്റി നമുക്ക് നോർമലൈസ് ചെയ്യാം.
കണ്ടോ, ഓട്ടോമാറ്റിക്. ഇതുപോലെ സെലക്ഷൻ വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന രീതിയാണ് സിമിലർ ടെക്സ്റ്റ് ഫോർമാറ്റഡ് ടെക്സ്റ്റ് സെലക്ഷൻ.